കില്ലാടികളെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് വാർത്തകളായിരിക്കും മൊത്തം പറഞ്ഞാൽ അങ്ങനെയല്ലേ കില്ലാടികളെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെടുത്ത് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അടുത്തങ്ങ് റിയാക്ട് ചെയ്യും. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കില്ലാടികളെ അത്രയ്ക്ക് വലിയ സംഭവം നമ്മുടെ ഏഷ്യാനെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെയാണ്. കൂടുതൽ പറഞ്ഞാൽ കില്ലാടികളെ വൈഡ് ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ ഫാമിലി, ഇല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ കില്ലാടികളെ ഇപ്പോൾ ഫുൾ ഇൻസി ട്രെൻഡിങ് അതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ താരം ഗിസൈലി എന്ന് കേട്ടില്ല, ഗിസൈലി എന്ന പേര് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഗിസൈലി ഇല്ലാടല്ലേ, സീരിയസ്ലി യങ്സ്റ്റേഴ്സിന്റെ ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദി ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഹിന്ദി അവിടെ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്, ഓണ്ടർപ്രണർ ആണ്, പിന്നെ മോഡലിംഗ് ആണ്, പിന്നെ ബിസിനസ്സുകാരിയാണ്. ബട്ട് ഇല്ലാടല്ലേ ലുക്ക് വൈസ് എൻ്റെ പൊന്നോ ക്രഷ് അടിച്ച് പോകും. ആർക്കായും ക്രഷ് അടിച്ചു ഇല്ലാടല്ലേ, ഇവൻ എനിക്ക് പോലും ക്രഷ് അടിച്ചു. സീരിയസ്ലി ഒന്നാമതിരിക്കും ഗ്ലാമർ. അപ്പോൾ ആ ചേച്ചിയെ കാണാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ബിഗ് ബോസ് കാണാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ സ്വന്തം രേണു സുധിയും അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ ഇവരെയൊക്കെ കാണാം, പിന്നെ അടിയൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ബിഗ് ബോസ് കാണാം. പക്ഷേ സ്വാഭാവികമായിട്ടും ഫാമിലി ഓഡിയൻസ് എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം വേണമെങ്കിൽ പറയാം ബിഗ് ബോസ്. എന്താ വെച്ചാൽ അത്രയുണ്ട് വ്യൂവേഴ്സ് അതിന്. അപ്പം നമ്മൾ എന്തായാലും നോക്കുന്ന സമയത്താണ് കില്ലാടല്ല നമ്മൾ ഷാനവാസ് എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട്. മുമ്പ് നമ്മുടെ ബിഗ് ബോസിന്റെ ആ ഒരു ഇതിൽ അനൗൺസ് ചെയ്തതാണ് ഷാനവാസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ സീരിയലൊക്കെ ആക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ സ്വന്തം ചേച്ചി ഗിസേലി ചേച്ചിയെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചൊന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല കില്ലാടല്ല. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. കേരള സംസ്കാരം ഇതല്ല, ഡ്രസ്സിങ് സ്റ്റൈലിൽ എനിക്ക് പറയാനുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോ കില്ലാടല്ല. ആ പ്രോഗ്രാം വരണുള്ളൂ, പ്രോഗ്രാം ഇന്നലെ നടന്നോന്ന് എനിക്കറിയില്ല, എന്നാൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എൻ്റെ പ്രൊമോ വീഡിയോ കില്ലാടല്ല ഞാൻ ഇവിടെ വെക്കാട്ടെ. അന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. സീരിയസ്ലി ഞാൻ യോജിക്കുന്നില്ല. ഇക്കാലത്തൊക്കെ ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പോരാത്തത് ആ ഗിസേലി എന്ന് പറഞ്ഞ ചേച്ചിയാണെങ്കിലോ അവിടെ നിന്ന് വന്നാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ട്. പിന്നെ പോരാത്ത് ചേച്ചി സൗത്ത് അല്ലേ പറയാ, ഹിന്ദി എന്നുള്ള സൗത്ത് നോർത്ത് അവിടെ ഉള്ളതാണെങ്കിലല്ലേ, മനസ്സിലായില്ലേ? അങ്ങ് ബോളിവുഡിൽ അപ്പൊ അതിന്റെ ഒരു പ്രൊമോ വീഡിയോ വെക്കാട്ടെ, അതിന് ബാക്കി പറയാം. ഇവിടെ തന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ തന്നെ പല ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരോടും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ മൈൻഡ് സെറ്റും അങ്ങനെയാണ്. ലൈക്ക് അവർ വന്ന ചുറ്റുപാടും ഒക്കെ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിഗ് ബോസ് സീസൺ 7 എന്തോന്നും കിലോട്ടല്ല ചോദിക്കട്ടെ. വസ്ത്ര സംസ്കാരം അത് ആദ്യം പറഞ്ഞ ശരിയാണ്. എന്താ വെച്ചാൽ വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സീരിയസ്ലി എന്താ വെച്ചാൽ നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ തീരുമാനിക്കണം, മനസ്സിലായില്ലേ? അതിപ്പോൾ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ തീരുമാനിക്കണം കിലോട്ടല്ലേ. അപ്പോൾ ഷാനവാസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് അത് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ പറയുന്നുണ്ട് കേരള സംസ്കാരത്തെ എന്തോ തകർക്കണ പോലെ, എന്തോന്നും തകർക്കണം ഇല്ലാടല്ലേ. ഇക്കാലത്ത് എന്തൊക്കെയോ മറ്റേ കുറ്റകൃത്യങ്ങളെ വെച്ച് ബെറ്ററാണ്. ഇപ്പം എന്താ വെച്ചാൽ വസ്ത്രധാരണം വലിയ പ്രശ്നമൊന്നും ഇല്ല കേരള. പിന്നെ ആ ചേച്ചി സേഫ് തന്നെയാണ്. ഇപ്പം എന്താ വെച്ചാൽ വസ്ത്രധാരണം അങ്ങനത്തെ വസ്ത്രമൊക്കെ ഇട്ടിന് പുറത്തിറങ്ങിയാൽ കുറേ വീരന്മാരൊക്കെ കാണുക, അല്ലെങ്കിൽ സദാചാര ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷനൊക്കെ എടുക്കുള്ളൂ. ചേച്ചി സ്വാഭാവികം അതിനുള്ളിലാണ് ഇല്ലാതെ സേഫ് തന്നെയാണ്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ സീരിയസ്ലി ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞ ചേച്ചിയോട് കൂടെ യോജിക്കുന്നു, മനസ്സിലായില്ലേ? അല്ലാതെ ഷാനവാസിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ ആരോട് കൂടെ യോജിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഷാനവാസ് പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക, അതേ പറയാനുള്ളൂ. എന്തായാലും ബിഗ് ബോസ് വ്യൂവേഴ്സാണ് നമ്മളൊക്കെ. സീരിയസ്ലി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം, ഗിസേലി. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് സ്ഥിരമായി കാണാൻ പോകണം. ഓക്കെ, എന്നിട്ട് ഞാൻ വന്ന് റിയാക്ട് ചെയ്യട്ടെ. ബൈ.